കാണുന്നതാണ് ഹൗസ് ബോട്ട് ടെർമിനൽ. 12 കോടിയിലധികം രൂപ ചെലവാക്കി നിർമ്മിച്ച പദ്ധതിയിലേക്ക് മര്യാദയ്ക്കുള്ളൊരു നടവഴി പോലുമില്ല. ഇതാണ് ഹൗസ് ബോട്ട് ടെർമിനൽ. കാലപ്പഴക്കവും നോട്ടക്കുറവും കൊണ്ട് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നാൽ അതിമനോഹരമായ കാഴ്ചയാണ്. പക്ഷേ വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഒരു ഹൗസ് ബോട്ട് പോലും രാത്രി ഇവിടെ നങ്കൂരമിട്ടിട്ടില്ല. ഒരിക്കലും ഇവിടെ ബോട്ടുകൾ നങ്കൂരം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അശാസ്ത്രീയമായിട്ടുള്ള വർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് ബോട്ടുകൾ, വലിയ ബോട്ടുകൾ ഈ തോടുകൾ, ചെറിയ തോടുകളിലൂടെ കയറി ഇവിടെ വന്നിട്ട് പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബോട്ട് ഈ സൈഡിൽ അടിച്ചിട്ട് ബോട്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു കാഴ്ചപ്പാടില്ലാതെ ഇത് ബോട്ട് ഉടമകളോ അല്ലെങ്കിൽ ഈ ഫീൽഡ്, ഈ മേഖലയിൽ നിൽക്കുന്നവരുമായിട്ട് ആലോചിക്കാതെ ചെയ്തൊരു പദ്ധതിയാണ്. ആ പദ്ധതി ഒരിക്കലും ഇത് നമുക്കിനി ഇവിടെ ഒരു ബോട്ട് വന്ന് അടുത്ത് കറണ്ട് കൊടുക്കുക അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടാണ്, ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ മേഖലയിൽ നിൽക്കുന്നവർക്കോ ഇവിടെ നാട്ടിലെ ജനങ്ങൾക്കോ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടോ യാതൊരുവിധ ഗുണങ്ങളും ചെയ്യാത്തൊരു പദ്ധതിയായിരുന്നത്. ഹൗസ് ബോട്ട് ടെർമിനലിന്റെ ഭാഗമായി നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന്റെയും ഓപ്പൺ എയർ തിയേറ്ററിന്റെയും വിശ്രമ കേന്ദ്രത്തിന്റെയും ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. സാമൂഹ്യ വിരുദ്ധ ശല്യമാണിപ്പോൾ ഇത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം നശിച്ചു കിടക്കുന്നൊരവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് സർക്കാർ അടിയന്തരമായിട്ട് ഇത് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ വലിയൊരു വികസന പദ്ധതിയായിട്ട് തുടരും. അതുപോലെ തന്നെ കൈനേരിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു ടൂറിസമാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മുഴുവൻ അനാശാസ്യമാണ്. പ്രധാനപ്പെട്ട കളക്ടറിനെ നേരിട്ട് വന്ന് കണ്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയുന്നത്. ഖജനാവിലെ പണം ഇതേപോലെ പാഴാക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഒരു മനസാക്ഷിക്കുത്തും ഉണ്ടാകാറില്ല. കാരണം ആ പണം അവർ വിയർത്തുണ്ടാക്കുന്നതല്ല. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.